കോഴിക്കോട് നിന്ന് മരണവാർത്ത 3 പേർ മരിച്ചതായുള്ളൊരു വാർത്ത എത്തുകയാണ്. പയ്യോടിയിലെ ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അയനിക്കാട് കുറ്റിയിൽ പീടിക സ്വദേശി വള്ളിൽ സുമേഷ്, മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പയ്യോളി പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്ന് രാവിലെയാണ് തെക്കയിൽ സുമേഷ് എന്ന് പറഞ്ഞ യുവാവായ ചെറുപ്പക്കാരൻ ട്രെയിനിന് തട്ടിയായിട്ട് വരാറിഞ്ഞത്. ഞങ്ങളൊക്കെ വന്നപ്പോൾ രാവിലത്തെ പരശുറാമിന് വണ്ടി തട്ടി മരിച്ചിടുന്ന രീതിയിലാണ് കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിൽ വീട്ടിൽ നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ, അപ്പോൾ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ഇളയവൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. റിയാസ് വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, എങ്ങനെയാണ് ഈ മരണം ഉണ്ടായത്? അതിൻ്റെ കാരണം എന്താണ്? എങ്ങനെ ഇവർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഫിജി, വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്നിപ്പോൾ രാവിലെ പയ്യോളി അയനിക്കാട് ഉണ്ടായിരിക്കുന്നത്. ഈ അയനിക്കാട് പയ്യോളിയിലെ റെയിൽപാതയുണ്ട്. ഈ റെയിൽപാതയുടെ അടുത്താണ് അയനിക്കാട് കുറ്റിയിൽപ്പിടിക സ്വദേശി വള്ളിൽ സുമേഷിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് രാവിലെ പരശുരാം എക്സ്പ്രസ് കടന്നുപോയതിന് പിന്നാലെ സുമേഷിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ വിവരം സുമേഷിൻ്റെ വീട്ടിൽ അറിയത്തപ്പോഴാണ് മക്കളായിട്ടുള്ള ഗോപിക, 15 വയസ്സാണ് ഗോപികയ്ക്കുള്ളത്, 12 വയസ്സുകാരി ജ്യോതിക എന്നീ 2 മക്കളും സുമേഷും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഇവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ പയ്യോളി പോലീസിനെ വിവരമറിയിക്കുന്നത്. പയ്യോളി പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് ഇത് ഒരുപക്ഷെ ഇപ്പോഴൊരു പ്രാഥമിക നിഗമനമുള്ളത്, മക്കളായ ഗോപികയ്ക്കും ജ്യോതികയ്ക്കും വിഷം നൽകിയ ശേഷം പിന്നീട് സുമേഷ് ആത്മഹത്യ ചെയ്തു എന്നതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. 2020 കോവിഡ് കാലത്ത് സുമേഷിൻ്റെ ഭാര്യ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. നേരത്തെ ഗൾഫിലായിരുന്നു സുമേഷ് ജോലി ചെയ്ത് വന്നിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഭാര്യ മരിച്ചതോടുകൂടി നാട്ടിലേക്ക് എത്തുകയും മക്കളുടെ ഒപ്പം മക്കളെ പരിചരിച്ച് കഴിയുകയുമായിരുന്നു. ഭാര്യ മരിച്ചതിൻ്റെ മാനസികമായ വലിയ വിഷമം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, അമ്മ പോയതിൻ്റെ മാനസിക വിഷമം മക്കൾക്കും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതാവാം ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനത്തിലാണ് പോലീസുള്ളത്. എന്തായാലും വലിയൊരു ദാരുണമായൊരു സംഭവമാണ് പയ്യോളിയിൽ നടന്നിരിക്കുന്നത്. പോലീസ് ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പയ്യോളി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഫിജി. ശരി റിയാസ്, കോഴിക്കോട് പയ്യോളിയിൽ നിന്നാണ് ഈ വാർത്ത എത്തുന്നത്. ഒരു കുടുംബത്തിലെ